കോഴിക്കോട് ജില്ലയിൽ കൂടരഞ്ഞി കരിങ്കുറ്റിയിൽ താമസിക്കുന്ന സ്രാമ്പിക്കൽ മറ്റത്തിൽ ജോസ് എം.സിയുടെ വീടാണിത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കൂടരഞ്ഞി കരിങ്കുറ്റി ബൈപ്പാസിൽ കൂടരഞ്ഞിയിൽ നിന്നും ഏകദേശം 500 മീറ്റർ വന്നു കഴിയുമ്പോഴാണ് ഈ വീടുള്ളത്. നമസ്കാരം. സ്രാമ്പിക്കൽ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് കോഴിക്കോട് ജില്ലയിൽ കൂടരഞ്ഞി കരിങ്കുറ്റിയിൽ താമസിക്കുന്ന സ്രാമ്പിക്കൽ മറ്റത്തിൽ ജോസ് എം.സിയെയും കുടുംബത്തെയുമാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു പൂർവ്വ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റത്തിൽ നിന്നും പാറയക്കുടിയിൽ ആയ മിഖായേലിന് 9 മക്കളാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകനാണ് മനക്കക്കണ്ടം ഐരാറ്റ് താമസിച്ചിരുന്ന ചാക്കോ. ചാക്കോയ്ക്ക് 9 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ ആൺമക്കളിൽ മൂന്നാമത്തെ ആളാണ് കുഞ്ഞുഞ്ഞ് എന്ന് വിളിക്കുന്ന ചാക്കോ. അദ്ദേഹത്തിൻ്റെ 4 മക്കളിൽ ഏറ്റവും ഇളയ ആളാണ് ജോസ് എം.സി. ജോസിനെയും കുടുംബത്തെയുമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. നമസ്കാരം. ജോസ് ഇപ്പോൾ ഈ താമസിക്കുന്ന സ്ഥലത്തിന്റെ പേരെന്താണ്? ഇത് കൂടരഞ്ഞി. കൂടരഞ്ഞി വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? 2 വർഷമായി. 2 വർഷമായുള്ളൂ. ഇവിടെ വരുന്നതിന് മുമ്പ് എവിടെയാണ് താമസിച്ചിരുന്നത്? വെണ്ടേക്കമ്പൊയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിച്ചിട്ടുണ്ട്. വെണ്ടേക്കമ്പൊയിലിനടുത്തുള്ള പ്രധാനപ്പെട്ട സ്ഥലം കക്കാടംപൊയിൽ എന്ന് പറയും. കക്കാടംപൊയിലിനടുത്ത് വെണ്ടേക്കമ്പൊയിൽ എന്ന സ്ഥലത്താണ് താമസിച്ചിരുന്നത്. അവിടെ 2 വർഷമായുള്ളൂ കൂടരഞ്ഞിക്ക് വന്നിട്ട്. വെണ്ടേക്കമ്പൊയിലില് താമസിക്കാൻ ആരംഭിച്ചത് പിതാവായിട്ടാണ് അവിടെ വന്ന് 1969 അവിടെ എത്തിയത്. 1969 ഈ കക്കടാംപൊയിലിനടുത്ത് വെണ്ടേക്കമ്പൊയിൽ എന്ന സ്ഥലത്ത് വന്ന് താമസം ആരംഭിക്കുന്നത്. അന്ന് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് നിങ്ങൾ മാത്രമേ ആ സ്ഥലത്ത് താമസം ആരംഭിച്ചത്. പിതാവ് അതിനു മുമ്പ് എവിടെയാണ് താമസിച്ചിരുന്നത് ഓർമ്മയുണ്ടോ? പുള്ളി കുറുമണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ്, നാട്ടില് കുറുമണ്ണ എന്ന സ്ഥലത്താണ് താമസിച്ചിരുന്നത്. പിതാവിന്റെ പേര് ചാക്കോ. കുഞ്ഞുഞ്ഞെന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം കുറുമണ്ണെന്നാണ് പോകുന്നത്. അവിടുന്ന് പോന്നിട്ട് ഏകദേശം 55 വർഷമായി. മാതാപിതാക്കന്മാർ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, രണ്ടുപേരും മരിച്ചുപോയി. അമ്മയുടെ പേര് ത്രേസ്യ എന്നാണ്. ജോസിയേട്ടന്റെ ഭാര്യ നമ്മോടൊപ്പം ഉണ്ട്. പേര് ജിസോ എന്നാണ്. ജിസോയുടെ വീട് എവിടെയാണ്? എൻ്റെ വീട് കല്ലാനോട് എന്ന സ്ഥലത്താണ്. വീട്ടുപേര് കാരക്കാട്ട്. അമ്മയുടെ പേരെന്താ? അമ്മയുടെ പേര് മേരി. ആരും ജീവിച്ചിരിപ്പില്ല. രണ്ടുപേരും മരിച്ചുപോയി. അപ്പന്റെ പേര് ജേക്കബ്. അമ്മയുടെ വീട്ടുപേരെന്താ? മക്കനാൽ എന്നാണ്. സ്ഥലം എരുമേലി. മക്കനാൽ കുടുംബാംഗമായിരുന്നു അമ്മ. നിങ്ങൾക്ക് 2 മക്കളാണോ ഉള്ളത്? മോന്റെ പേരെന്താണ്? ജിറ്റോ എന്ത് ചെയ്യുന്നു? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ കൂടരഞ്ഞി. കൂടരഞ്ഞിയിലുള്ള സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. മോളുടെ പേരെന്താണ്? ഏഞ്ചൽ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5ല്. അതേ സ്കൂളിൽ തന്നെയാണോ പഠിക്കുന്നത്? കൂടരഞ്ഞി സെന്റ് സെബാസ്റ്റ്യൻ അല്ലേ? നന്നായിട്ട് പഠിക്കുന്നില്ലേ? നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ജോസ്, നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 4 പേര്. 4 പേരായിരുന്നു. 3 ആണും ഒരു പെണ്ണും. ഏറ്റവും മൂത്തതാരായിരുന്നു? ഏറ്റവും മൂത്ത ജെയിംസ് എന്ന് പറഞ്ഞ കൊച്ചെന്ന് വിളിക്കുന്ന ജെയിംസ് ആണ്. അവരെവിടെയാണ് താമസിക്കുന്നത്? അവർ വെണ്ടേക്കമ്പൊയിൽ തന്നെയാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് തങ്കമ്മ എന്നാണ്. വീട്ടുപേര് മൂഴിക്കുഴിയിൽ. സ്ഥലം അവിടെ തന്നെയാണ്, വെണ്ടേക്കമ്പൊയിൽ തന്നെയായിരുന്നു സ്ഥലം. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 2 പേര്. അവരുടെ പേര്? ഒരാൾ ജിജോ, മൂത്തയാള് ജിജോ. മറ്റേ സിസ്റ്ററാണ്. പേര് സിസ്റ്റർ ജിഷ എവിടെയാ? അവള് SKD കോൺവെന്റ് കോൺഗ്രിഗേഷൻ ക്രിസ്തുദാസി സഭയിലാണ്. മാനന്തവാടിയിലാണ് ഇപ്പം സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് താഴെയുള്ള ആള് മാത്യു എന്ന് വിളിക്കുന്ന മത്തച്ചൻ എന്നാണ് വിളിക്കുന്നത്. മാത്യു എന്നാണ് ഒഫീഷ്യൽ ആയിട്ടുള്ള പേര്. അദ്ദേഹം എവിടെയാണ് താമസിക്കുന്നത്? അവിടെ ഞങ്ങളുടെ അടുത്ത് തന്നെയാണ്, വെണ്ടേക്കമ്പൊയിൽ തന്നെയാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് മിനി എന്നാണ് പേര്. മിനിയുടെ വീട്ടുപേര് പ്ലാക്കിയിൽ എന്നാണ്. സ്ഥലം കൂമ്പാറ. പ്ലാക്കിയിൽ കുടുംബാംഗമാണ്. അവർക്ക് എത്ര മക്കളുണ്ട്? 2 പേര്. അവരുടെ പേര്? ഫൈസും ജിൻസ്. അങ്ങനെ 2 ആൺമക്കളാണ് അവർക്കുള്ളത്. അതിന്റെ ഇളയത് മേഴ്സി. എവിടെ വിവാഹം ചെയ്തിരിക്കുന്നത്? പുല്ലൂരാമ്പാറ എന്ന സ്ഥലത്താണ് വിവാഹം ചെയ്തിരിക്കുന്നത്. വീട്ടുപേര്? നരിക്കുഴിയിൽ. ഭർത്താവിന്റെ പേര്? എങ്ങനെ? തങ്കച്ചൻ എന്ന് വിളിക്കുന്ന ആന്റണിയാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. അവർക്ക് എത്ര മക്കളുണ്ട്? 2 പേര്. അവരുടെ പേര്? അനു അരുൾ. ഇങ്ങനെ 2 കുട്ടികളാണ് അവർക്കുള്ളത്. അതിന്റെ ഇളയാളാണ്
ഏറ്റവും ഇളയ ആളാണ് ജോസ് അല്ലേ? ഇനി ജിസോയുടെ വീട്ടിലെ വിവരങ്ങളിലേക്ക് വരാം. നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 4 പേര്. 4 പേര്. 3 പെണ്ണും ഒരാണ്. 3 പെണ്ണും ഒരാണ്. അതിനകത്ത് ഏറ്റവും മൂത്തത് ആരാണ്? മൂത്തത് ചേച്ചി. ചേച്ചിയുടെ പേര് ജിനോ. ജിനോ എന്നാണ് ചേച്ചിയുടെ പേര്. ചേച്ചിയുടെ വീട് എവിടെയാ? ചേച്ചിയുടെ വീട് ഏലപ്പാറയാണ്. ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ ഏലപ്പാറ എന്ന സ്ഥലത്താണ്. വീട്ടുപേര് പുല്ലാട്ട് കുടുംബത്തിലേക്കാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. ഭർത്താവിന്റെ പേര് സിബി. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 2 മക്കൾ. 2 മക്കൾ. അവരുടെ പേര് ജ്യോതി ശില്പ എന്നിങ്ങനെ 2 പെൺകുട്ടികളാണ് അവർക്കുള്ളത്. അതിന്റെ ഇളയത് ചേച്ചിയുടെ പേര് ജിൻസി. ജിൻസി എവിടെയാ വിവാഹം ചെയ്തിരിക്കുന്നത്? ജിൻസി ഇപ്പം പൂഴിത്തോട്ടിലാണ്. അവരാദ്യം ബോംബെയിലായിരുന്നു. ജോലി സംബന്ധമായിട്ട് ബോംബെയിലായിരുന്നു. ചേട്ടനും അവിടെയായിരുന്നു. ഇപ്പോൾ പൂഴിത്തോട് എന്ന സ്ഥലത്താണ് അവര് താമസിക്കുന്നത്. അവർക്ക് 2 മക്കളാണ്. അവരുടെ വീട്ടുപേര് പ്ലാമൂട്ടിൽ നിന്നാണ് വീട്ടുപേര്. ഭർത്താവിന്റെ പേര് സന്തോഷ്. അവർക്ക് 2 കുട്ടികളാണ് ഉള്ളത്. അവരുടെ പേര് എഡ്വിനും എസ്തേറും. അങ്ങനെ 2 കുട്ടികളാണ് അവർക്കുള്ളത്. അതിന്റെ ഇളയത് ആണെന്ന് പറഞ്ഞത് മരിച്ചുപോയത്. ഒരു ആങ്ങളെയാണ്. അദ്ദേഹം മരിച്ചുപോയി. മരിച്ചിട്ട് എത്ര വർഷമായി? 5 വർഷമായി. അദ്ദേഹം വിവാഹിതനായിരുന്നോ? അദ്ദേഹത്തിന്റെ പേര് ബിജു. ബിജുവിന്റെ ഭാര്യയുടെ പേര് ഷൈമയുടെ വീട് എവിടെയാ? കക്കയത്താണ്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 3 മക്കള്. 3 മക്കളാണുള്ളത്. അവരുടെ പേര് ക്രിസ്റ്റീന. അങ്ങനെ 3 മക്കളാണ് അവർക്കുള്ളത്. അതിന്റെ ഇളയതാണ് ജിസോ ആണ് ആ വീട്ടിലെ ഏറ്റവും ഇളയ ആള്. ഇതാണ് ജിസോയുടെ വീട്ടിലെ വിശേഷങ്ങൾ. ജോസ് പള്ളിയൊക്കെയായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുണ്ടോ? നമ്മൾ ആദ്യം വെണ്ടേക്കുമ്പയിൽ താമസം തുടങ്ങിയാൽ അവിടുന്ന് 3 കിലോമീറ്റർ ഇപ്പുറമുള്ള കക്കടമ്പയിലായിരുന്നു പള്ളി ഉണ്ടായിരുന്നത്. ആദ്യം കക്കടമ്പയിലായിരുന്നു അന്നത്തെ കാലത്ത് പള്ളി ഉണ്ടായിരുന്നത്. അവിടെ പള്ളി പോകുന്ന വേദാളം പിടിച്ചൊക്കെ അവിടെ തന്നെയാണ്. അത് 96 പള്ളി അവിടെ പുതുക്കി പണിയുന്നത്. 96 പള്ളി അവിടെ പുതുക്കി പണിതു. അതിനുശേഷം 2 വർഷം കഴിഞ്ഞപ്പോഴാണ് വെണ്ടേക്കുമ്പയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പള്ളി പുതുക്കി പണിത കാലഘട്ടത്തിൽ അവിടെ നമ്മൾ സജീവമായിട്ട് ഉണ്ടായിരുന്നു. പണിപ്പീര് കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം 2 വർഷം കഴിഞ്ഞപ്പം വെണ്ടേക്കുമ്പോയിൽ എന്ന സ്ഥലത്ത് പുതിയ പള്ളി സ്ഥലം വാങ്ങി പുതിയ പള്ളി ഉണ്ടാക്കി. പള്ളിയായിട്ടുണ്ടാക്കിയില്ല, ഷെഡായിട്ടുണ്ടാക്കി. അത് പിന്നെ അങ്ങ് രൂപാന്തരം ഭാവിച്ച് പള്ളിയായി തീർന്നു. അപ്പൊ ആ പള്ളി പണിക്കും അതിനോടനുബന്ധിച്ച് പിന്നെ പള്ളിയിലെ കാര്യങ്ങൾക്കൊക്കെ നമ്മളടുത്ത് ആയിരുന്നുകൊണ്ടും വീടിനോട് ചേർന്ന് തന്നെയായിരുന്നു ഈ പള്ളി ഉണ്ടായിരുന്നത്. അപ്പൊ അന്ന് അവിടെ പള്ളി കമ്മിറ്റിയിലോ കൈക്കാരനൊക്കെ ആയിട്ട് പള്ളി കമ്മിറ്റിയിലും കൈക്കാരനുമായിട്ട് നിരവധി വർഷങ്ങൾ വെണ്ടയ്ക്കമ്പോയിൽ ഇടവകയില്. ആ വെണ്ടയ്ക്കമ്പോയിൽ പള്ളിയുടെ പേരെന്താണ്? ഇൻഫന്റ് ജീസസ് ചർച്ച്. വെണ്ടയ്ക്കമ്പോയിലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളില് കൈക്കാരനായിട്ടും കമ്മിറ്റിക്കാരനായിട്ടും എല്ലാം നിരവധി സേവനങ്ങൾ ചെയ്തു. പക്ഷെ ഇപ്പൊ കൂടരഞ്ഞിക്ക് വന്നിട്ട് 2 വർഷമേ ആയുള്ളൂ. ഇവിടെ എന്തെങ്കിലും സംഘടന പ്രവർത്തിക്കുന്നുണ്ടോ? പള്ളി കമ്മിറ്റിയില് കൂടരഞ്ഞി പാരിഷ് കൗൺസിൽ മെമ്പറാണ് ഇപ്പൊ നിലവില്. മക്കള് പള്ളിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണുള്ളത്? ഞാൻ പള്ളിയിൽ അൾത്താര ശുശ്രൂഷകനാണ്. മിഷൻ ലീഗിന്റെ സെക്രട്ടറിയും കൂടെയാണ്. കൂടരഞ്ഞി ഇടവകയുടെ മിഷൻ ലീഗിന്റെ സെക്രട്ടറി ആയിട്ട് ഇപ്പം പ്രവർത്തിക്കുന്നുണ്ട്. വേറെ എന്തെങ്കിലും? സ്കൂളിലൊക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ട് അല്ലേ? ഈ വർഷം 10ാം ക്ലാസ്സിലാണ്. നന്നായിട്ട് പഠിക്കുക. മോൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഞാൻ പള്ളിയിലെ അൾത്താര ബാലികയാണ് മോള്. ആദ്യ കുർബാന സ്വീകരിച്ചപ്പോൾ തൊട്ട് അൾത്താര ബാലികയായിട്ട് ഇപ്പം പ്രവർത്തിക്കുന്നുണ്ട്. വേറെ സ്കൂളില് എനിക്ക് LSSന് ഈ വർഷം സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. ഈ വർഷത്തെ LSS സ്കോളർഷിപ്പ് നേടിയ കുട്ടിയാണ്. കൺഗ്രാജുലേഷൻസ്. പിന്നെ രൂപത തലത്തില് വേദപാഠത്തിന് രണ്ടാം സ്ഥാനം. നിങ്ങളുടെ രൂപത ഏതാണ്? ഞങ്ങളുടെ രൂപത താമരശ്ശേരി രൂപതയിലെ 4ാം ക്ലാസ്സിൽ വേദപാഠത്തിന് 2ാം സ്ഥാനം ലഭിച്ച കുട്ടിയാണ് രൂപതാ തലത്തിൽ. വളരെ മിടുക്കിയാണ്. കൺഗ്രാജുലേഷൻസ്. അപ്പം അങ്ങനെ ഇനിയും പഠനത്തിൽ നല്ല ഉന്നത വിജയം കരസ്ഥമാക്കണം. നിങ്ങൾ പള്ളിയൊക്കെയായിട്ട് ബന്ധപ്പെട്ട് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അതിനിയും തുടരണം. നിങ്ങളുടെ കുടുംബത്തിൻ്റെ വിവരങ്ങളെല്ലാം അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം.